തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തെ ഗൾഫിനേക്കാൾ സമ്പന്ന രാജ്യമാക്കാൻ കഴിയുന്ന സാധ്യതയുള്ള പ്രകൃതി നൽകിയ ഒരു അമൂല്യ സമ്പത്ത് നമുക്കുണ്ട്, കരിമണൽ. പക്ഷേ ഈ കരിമണൽ എന്ന സാധ്യത കേരളം വേണ്ടത്ര രീതിയിൽ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല. ആ വിമർശനം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കരിമണൽ ലക്ഷ്യമിട്ടുകൊണ്ട് കഴുകൻ കമ്പനികൾ നമ്മുടെ തീരമേഖലകളിൽ ദീർഘനാളുകളായി തമ്പടിക്കുകയാണ്. കരിമണൽ വിവാദം എക്കാലവും നമ്മുടെ പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുമപ്പുറം രാഷ്ട്രീയ വിവാദ രംഗത്ത് ഇതെന്നും വാർത്തയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉയരുന്ന എക്സാലോജിക് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊരു അന്വേഷണം നടത്തുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്ന കരിമണൽ ഖനന തട്ടിപ്പാണിത് ഞങ്ങൾ പുറത്തുവിടുന്നത്. വരുന്ന ദിവസങ്ങളിലും ഈ വാർത്തകളുടെ തുടർച്ചയുണ്ടാകും. എന്താണ് സംസ്ഥാനത്തിൻ്റെ തീരമേഖലകളിൽ സംഭവിക്കുന്നത്? കരിമണലിൻ്റെ പേരിൽ നടക്കുന്ന നിയമവിരുദ്ധ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ന്യൂസ് 18 പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയും കൊല്ലവും അടങ്ങുന്ന തീരമേഖലകളാണ് നമ്മുടെ കരിമണൽ സമ്പത്തുള്ളത്. ഈ കരിമണൽ സമ്പത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് ദീർഘനാളുകളായി സ്വകാര്യ കമ്പനികൾ പല നീക്കങ്ങളും നടന്നിരുന്നു. പക്ഷേ അതെല്ലാം ഒടുവിൽ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിൻ്റെയും തീർപ്പുണ്ടാവുകയും ഇനി കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമെന്ന തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ സ്വകാര്യ കമ്പനികളുടെ നീക്കങ്ങൾ അവസാനിച്ചു എന്ന് കരുതി. പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ വീണ്ടും സ്വകാര്യ കമ്പനികൾ രംഗത്ത് വരുന്നു എന്നതാണ് വാസ്തവം. സമീപകാലത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെ എല്ലാം പശ്ചാത്തലം ഈ കരിമണൽ വിവാദമാണ്. ആലപ്പുഴ തോട്ടപ്പള്ളി ഇതിനൊരു കൃത്യമായ ഉദാഹരണമാണ്. 2018 മഹാപ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ മണൽ ശേഖരം ഇവിടെ അടിഞ്ഞുകൂടി. ഈ മണൽ ശേഖരം മാറ്റുക എന്ന ലക്ഷ്യത്തിൻ്റെ പിന്നിൽ വലിയൊരു കരിമണൽ കടത്തു തന്നെ ഉണ്ടായിരുന്നു. പ്രളയ ദുരിതം ഒഴിവാക്കാൻ എന്ന പ്രഖ്യാപനത്തിൻ്റെ പേരിൽ സംസ്ഥാനത്ത് വർഷങ്ങളായി നടക്കുന്ന കരിമണൽ ഖനന തട്ടിപ്പാണെന്ന് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. 2018 പ്രളയത്തിൽ ആലപ്പുഴയിലെ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് വന്നടിഞ്ഞ കരിമണൽ യാതൊരു പഠനവുമില്ലാതെ ഒരു സർക്കാർ ഉത്തരവിൻ്റെ മറവിൽ കടത്തിക്കൊണ്ടുപോവുകയാണ്. കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധന നിലനിൽക്കെ ചവറയിലെ KMML എന്ന സ്ഥാപനത്തെ മറയാക്കി സ്വകാര്യ കമ്പനിയിലേക്കാണ് കരിമണൽ പോകുന്നതെന്ന് ഈ പ്രദേശവാസികൾ ആരോപിക്കുന്നു. സമീപകാലത്തുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖനനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചെങ്കിലും നേരത്തെ നിശ്ചയിച്ചതിലും എത്രയോ ഇരട്ടി കരിമണലാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഈ മേഖലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത്. ന്യൂസ് 18 പരിശോധിക്കുന്നു. സർക്കാരിന്റെ സ്വർണ്ണഖനിയായ കരിമണൽ ഖനനത്തെ ചുറ്റിപ്പറ്റി എക്സാലോജിക് വിവാദം കൊഴുക്കുകയാണ്. ഒരു കാലത്ത് കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തിവെച്ച ഖനനം പ്രളയത്തിന്റെ പേര് പറഞ്ഞാണ് ആലപ്പുഴയിൽ വീണ്ടും ആരംഭിക്കുന്നത്. തീരവും മണ്ണും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ കഥകൾ കൂടി അതിന് പിന്നിലുണ്ട്. കരിമണൽ ഖനനത്തിന് പിന്നിലെ കള്ളക്കളികൾ ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ഗവൺമെന്റ് കുട്ടനാടിനെ രക്ഷിക്കാനെന്നും പറഞ്ഞാണ് ഇതിന് തുടങ്ങിയത്. പക്ഷെ കുട്ടനാടിന്റെ അവസ്ഥ ഇപ്പോഴും അത് തന്നെയാണ്. ഇത് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് കുട്ടനാട് രക്ഷപ്പെടത്തില്ല. അതിന് വേറെ മാർഗങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ ആ പേരും പറഞ്ഞ് ഇവിടുന്ന് മണ്ണെടുത്തോണ്ട് പോകും. പൊതുമേഖലാ സംരംഭം എന്ന് പറയുന്ന IREയും KMML കൊണ്ട് ഖനനം നടത്തിയിട്ട് കൊച്ചിയിലെ ഒരു മുതലാളിക്ക് വേണ്ടി ഖനനപ്പണി നടത്തി ഇവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയും അവർക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ CMRL എവിടുന്ന് ഈ സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധനം കിട്ടും? KMML മാത്രമാണ് കരിമണൽ ഖനനം നടത്താനുള്ള അധികാരമുള്ളത്. ഇവര് ഈ KMML നടത്തുമ്പോഴത്തേക്ക് CMRL എവിടുന്നാണ് കിട്ടുന്നത്? അപ്പോൾ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുന്ന് ഖനനം നടത്തുന്ന കാര്യങ്ങൾ കർത്തായ്ക്ക് വേണ്ടി പോവുകയാണ്. ഈ കരിമണൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് എടുക്കുന്നത് സർക്കാരിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അങ്ങനെയും വരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട എക്സാലോജിക് വിവാദം ആളിക്കത്തിയ പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായെങ്കിലും സർക്കാർ തോട്ടപ്പള്ളിയിലെ ഖനനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. KMMLും അതുവഴി സ്വകാര്യ കമ്പനിയിലേക്കും കോടികൾ വിലമതിക്കുന്ന കരിമണൽ ഇതിനോടകം തന്നെ കടത്തിക്കഴിഞ്ഞുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.
വെറുമൊരു ആരോപണം മാത്രമല്ല അവരുടേത്, മറിച്ച് കണക്കുകൾ നിരത്തി തന്നെയുള്ള ആരോപണമാണത്. ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അവരിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ദുരന്ത നിവാരണം ഇവിടെ മണൽ മാറ്റി വെള്ളം പോകാനായിട്ട് സ്വാമിനാഥൻ കമ്മീഷനും IITയും പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. വെള്ളപ്പൊക്കം വന്നത് 2018. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത് 2007. അത് കഴിഞ്ഞിട്ട് IIT റിപ്പോർട്ട് വെക്കുന്നത് 2011. 2011ലും 2007ലും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിനിയോഗിച്ചിട്ട് CMRL എഴുതി കൊടുത്ത സംഗതിയാണ്. CMRലും IREയിലെ ചില ഉദ്യോഗസ്ഥരും KMMലും കൂടെ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. 2,37,000 ക്യൂബിക് മീറ്റർ മണലെടുക്കാൻ കളക്ടർ സാങ്ഷൻ കൊടുത്തു. കളക്ടർ സാങ്ഷൻ കൊടുത്തിട്ട് ഞങ്ങളൊരു ലോജിക്കൽ കണക്കെടുത്തു. ഞങ്ങളുടെ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം 300 ലോഡ്, ഇവിടെ 300 ലോഡ് പോകുന്ന വണ്ടി അളവ് ഞങ്ങൾ 45 ടൺ കയറുന്ന വണ്ടിയാണ്. 12 വീലുള്ള വണ്ടി 45 ടൺ കയറും. ഞങ്ങളുടെ കണക്കും പ്രകാരം 54 ലക്ഷം മെട്രിക് ടൺ 3 കൊല്ലം കൊണ്ടെടുത്തു. പക്ഷെ 54 ലക്ഷം മെട്രിക് ടൺ മണൽ എവിടെ ചെന്നിട്ടില്ല? IREയിലും ചെന്നിട്ടില്ല, KMMലും ചെന്നിട്ടില്ല. തോട്ടപ്പള്ളിയിൽ ആദ്യം കരുമണൽ നീക്കം ചെയ്യുന്നത് ഹാർബറിലെ ആഴം കൂട്ടൽ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. പിന്നീട് പ്രളയത്തിന്റെ മറവിൽ അത് പൊഴിമുഖത്തേക്കും കൂടി വ്യാപിപ്പിച്ചു. കുട്ടനാടിനെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കാനാണ് സർക്കാർ നീക്കമെങ്കിൽ ആദ്യം ആഴം കൂട്ടൽ പ്രക്രിയ നടക്കേണ്ടത് തണ്ണീർമുക്കം ബണ്ട് കേന്ദ്രീകരിച്ചായിരുന്നു. തണ്ണീർമുക്കത്തു നിന്നും ഒരു തരി മണ്ണ് പോലും സർക്കാർ നീക്കാൻ താൽപര്യം കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കരിമണലിന് പിന്നിലെ കഴുകൻ കണ്ണുകളെക്കുറിച്ച് കൂടുതൽ ബോധ്യമാകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യയുടെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ കഴുകൻ കണ്ണുകൾ ലക്ഷ്യമിടുന്നത് എല്ലാ സാധ്യതകളുമാണ്. പ്രളയം ഒഴിവാക്കാൻ വേണ്ടി മണൽ മാറ്റുമ്പോൾ ആ മണൽ ചവറയിലെ KMML എന്ന പൊതുമേഖലാ സ്ഥാപനത്തിലേക്കാണോ എത്തുന്നത്, അതോ അതിൻ്റെ മറവിൽ മറ്റൊരു സ്വകാര്യ കമ്പനിയിലേക്ക് മാറ്റുകയാണോ? ഇവിടെ ചോദ്യമാവുന്ന ഒരു കാര്യം, ഒരു മാസം മുമ്പാണ് ഈ തോട്ടപ്പള്ളിയിലെ ഖനനം താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചത്. അതിന് കാരണമായത് സമീപകാലത്തുണ്ടായ മറ്റു ചില വിവാദങ്ങളാണോ? അങ്ങനെ ഉത്തരം കിട്ടാത്ത, ദുരൂഹത ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങൾ കൃത്യമായും ഈ വിവാദത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നതാണ്. പ്രദേശവാസികളുടെ ആശങ്കകൾ മാത്രമല്ല, ഒരുപക്ഷെ സർക്കാരിൻ്റെ കണക്കുകളിൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കപ്പെട്ടേക്കാം. പക്ഷേ ഈ മണൽ എങ്ങോട്ടേക്ക് പോകുന്നു? ഈ കരിമണൽ സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിന് സമ്പത്താക്കി മാറ്റാൻ കഴിയുന്ന സാധ്യതയിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ തന്നെ ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. ഈ തീരമേഖലകളിൽ വന്നടിയുന്ന കരിമണൽ ഖനനം ചെയ്ത് മാറ്റുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ, ഒരു പഠനവുമില്ലാതെ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് കരിമണൽ അവിടെ നിന്നും കടത്തുന്നത്. കാണാം. ഈ മണൽ നീക്കത്തിലെ കള്ളക്കളികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് തോട്ടപ്പള്ളി പൊഴിമുഖവും ഒപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയും കടലുമായി കണക്ട് ചെയ്യുന്ന ആ മൗത്താണ്, ആ ഭാഗമാണ്, പൊഴിമുഖമാണ്. പക്ഷേ അവിടെ നിന്ന് മണൽ സർക്കാർ എടുക്കുന്ന സ്ഥലമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗം കണ്ടല്ലോ, അവിടെയാണ് പൊഴി, അവിടെയാണ് ആഴം കൂട്ടൽ പ്രക്രിയ നടക്കേണ്ടത്, ഒപ്പം തന്നെ പൊഴിമുഖം തുറക്കേണ്ടതൊക്കെ അവിടെയാണ്. അവിടെ നിന്ന് നേരെ മാറി ഈ ഭാഗം, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മണ്ണെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഇടമാണ്. മണ്ണ് നീക്കം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ ഈ കാണുന്നത് അവർ നിർമ്മിച്ച ട്രാക്കാണ്. അതായത് തെങ്ങ് വെട്ടി കൊണ്ടുവന്നിട്ടിട്ട് വണ്ടികൾക്ക് കയറി ഇറങ്ങി മണ്ണ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കഴിയത്തക്ക രീതിയിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ട്രാക്കാണ് ഇത്. ഇത്തരത്തിൽ തടിയിട്ട് ഇങ്ങനെ ഒരു ട്രാക്ക് നിർമ്മിച്ചിരിക്കുകയാണ്. അതായത് ഈ സൈഡിലെ മണ്ണ് നീക്കുന്നത് എന്തിനാണ് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ വലിയ രീതിയിൽ ഇവിടെ നിന്ന് മണ്ണ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്, നമുക്ക് നല്ല വരൾച്ചയുള്ള സമയമാണ്, എന്നിട്ടും ഇവിടെ മണ്ണെടുത്തിട്ട് ഇവിടെ വെള്ളം കയറി കിടപ്പുണ്ട്. ഇവിടെ മണ്ണെടുത്തത് എന്തിനാന്നുള്ള ചോദ്യം ഈ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അല്ലേ? അതെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. വെള്ളം ഒഴുകുന്ന സ്ഥലം അവിടെയാണ്, പക്ഷെ അവർ മണ്ണ് എടുത്തിരിക്കുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഇത് എന്താണ് ഇതിനുള്ള ധാരാളം മണ്ണെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ, കുഴിയാണത്. ഇതുപോലൊരു കുഴിയിൽ കഴിഞ്ഞ വർഷം ഇതുപോലൊരു കുഴിയിൽ ഒരു കുട്ടി വീണ് മരണപ്പെട്ടു. ഇതുപോലെ ഉണ്ടായ ഒരു കുഴിയായിരുന്നു അത്. ഇത് അവിടെ വീണ് എടുത്തു വെച്ചിട്ടുണ്ട്, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ? അതും ഒഴുകാത്ത സ്ഥലത്തു നിന്നും ഇതുപോലെ തുരന്നെടുത്ത മണ്ണാണ് ആ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു പാതയൊക്കെ നിർമ്മിച്ച് ആണല്ലേ മണ്ണെടുപ്പ്. ഇത് ഈ ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ ആ ഷവല് കൊണ്ടുവന്നിട്ട് അടിക്കുന്ന സൗണ്ട്, അതിന്റെ കമ്പനങ്ങൾ ഒരു 100-300 മീറ്റർ അപ്പുറത്തുമാണ് എന്റെ വീട്. അവിടെ പോലും
അനുഭവിക്കാറുണ്ട്. ഈ വിവാദങ്ങൾ കൊഴുത്ത സമയത്താണോ ഇപ്പോൾ ഈ മണ്ണെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നത്? അതെ. എത്ര നാളായി നിർത്തി? ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുമ്പ് വരെ അവസാനം ലാസ്റ്റത്തെ ഒരു JCB ഇവിടെ ഒരു JCB കിടപ്പുണ്ട്. ഇതിനു മുമ്പ് ഒരു 60-100 JCBകൾ വന്ന് മണ്ണും ലോറി കണക്കിന് കയറ്റിക്കൊണ്ടുപോയി. ഡെയിലി 300 ടിപ്പർ അതിന്റെ അകത്ത് ടോറസ് പോലത്തെ ലോറികളിലാണ് കയറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇതാണ് ജനങ്ങൾ പറയുന്നത്. അതായത് ഇവിടേക്ക് എത്തി കണ്ടാൽ മാത്രമേ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. അതായത് അപ്പുറത്ത് പൊഴിയാണെങ്കിൽ അവിടെ മണ്ണെടുക്കുന്നതിന് പകരം മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. വലിയ ആഴത്തിലുള്ള ഗർത്തങ്ങൾ ഉണ്ടാക്കി ഇവിടുന്ന് അത്രയും മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും പലയിടങ്ങളിൽ നമുക്ക് പോകാനുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത സ്ഥലങ്ങൾ, ഒപ്പം തന്നെ കേടുപാടുകൾ പറ്റിയ വീടുകൾ, കടൽഭിത്തി, വലിയ തോതിൽ കടൽഭിത്തി താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ആ പ്രദേശങ്ങളുമൊക്കെ നമുക്കിനി നോക്കേണ്ടതായുണ്ട്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും ഈ കാഴ്ചകളിലേക്ക് വേഗത്തിലെത്താൻ കഴിയുന്നതാണ്. കാരണം അത്ര പരസ്യമായിട്ടുള്ള പരിസ്ഥിതിയുടെ നാശം വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നതാണ് ചിത്രം. ഇനി അവിടെ എത്താൻ കഴിയാത്തവർക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാലും വളരെ വ്യക്തമാണ് എന്താണ് അവിടുത്തെ പരിസ്ഥിതിക്ക് സംഭവിച്ച മാറ്റം. മണൽ എടുക്കുക എന്നത് ഒരു നിർദ്ദേശമായിരുന്നു. അവിടെ പ്രളയം ഒഴിവാക്കുക എന്നതിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശത്തിൻ്റെ മറവിൽ നടന്നത് അഴിമതിയും വലിയ രീതിയിലുള്ള മണൽ ഖനനവും കൃത്യമായ ചില ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. തീർന്നില്ല അവിടുത്തെ പ്രതിസന്ധി. ഈ മണൽ ഖനനം മൂലം അതിഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതമാണ് ആ മേഖലയിൽ ഉണ്ടാക്കുന്നത്. വലിയ ശേഷിയുള്ള ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചുകൊണ്ട് മണൽ ഊറ്റിയെടുക്കുകയാണ്. അടിഞ്ഞു കിടക്കുന്ന മണലല്ല, മറിച്ച് മണൽ ശേഖരം അപ്പാടെ ഊറ്റിയെടുക്കുകയാണ് അവിടുന്ന് സംഭവിക്കുന്നത്. ഇതുമൂലം സംഭവിക്കുന്നത് തീരപ്രദേശങ്ങൾ ആകപ്പാടെ ഇടിഞ്ഞു താഴുകയാണ്. 450-ലധികം വീടുകൾ, തീരമേഖലയിലെ വീടുകൾ ഇതിനകം തന്നെ തകർന്ന് തരിപ്പണമായി എന്നത് ദൃശ്യങ്ങൾ സഹിതം നമുക്കത് പറയാനാവും. അസാധാരണമായ പ്രതിസന്ധിയാണ് തീരമേഖലയിലെ ജനങ്ങൾ അവിടെ നേരിടുന്നത്. കാണാം ആ കാഴ്ച. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്ത്, അതായത് തീരദേശം അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ തീരത്തുള്ള വീടുകൾ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് തോട്ടപ്പള്ളി ഒറ്റപ്പന ഭാഗത്താണ്. ഈ ഭാഗത്തുള്ള വീടുകളുടെ അവസ്ഥയാണ് ഇത്. അതായത് ഇവർ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പരാതി താഴത്തു നിന്നും, അതായത് അടിഭാഗത്ത് നിന്ന് മണ്ണ് ഊറ്റിക്കൊണ്ടു പോവുകയാണ് ഈ ഖനനത്തോടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് അത്രയും ഉയരത്തിലാണ് ആ വീട് നിന്നതെങ്കിൽ അതിൽ നിന്ന് നന്നായി താഴ്ന്ന ഇത്ര താഴ്ചയിലേക്ക് ഈ തീരദേശത്തിന്റെ ഭാഗം, അതായത് ഈ കടൽഭിത്തിയുടെ ഭാഗം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കടൽഭിത്തിയും വലിയ തോതിൽ താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള തീരശോഷണം ഇവിടെ സംഭവിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത് എന്നുള്ളതാണ്. ഈ കരിമണൽ ഖനന കേന്ദ്രം വന്നതിന് ശേഷമാണ് ഇത്രയും ദുരിതം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തുറക്കും തോറും ഇവിടെ തേപ്പ് കയറുമ്പോൾ മണ്ണ് അങ്ങോട്ട് പോയി. ഈ കല്ലെല്ലാം താഴോട്ടിരുന്ന് ഞങ്ങൾക്ക് കാണത്തില്ലായിരുന്നു. ഈ കല്ല് അത്ര പൊക്കത്ത് കിടന്നത്. ഇതിപ്പോൾ അവരവിടെ തുറക്കും തോറും ഇവിടുന്ന് തേപ്പ് കയറും, മണ്ണ് അങ്ങോട്ട് താഴോട്ടിരിക്കുമ്പോൾ ഈ കല്ലെല്ലാം താഴോട്ടിരിക്കും. വീണ്ടും കടൽ വരുമ്പോൾ മേലോട്ട് കയറുക. കാര്യം ജനങ്ങളെ മാന്ത് ഇവിടെ ഇട്ടുണ്ട്. പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? ഏത് രാഷ്ട്രീയക്കാർ കേൾക്കും, ഏത് മന്ത്രിമാർ കേൾക്കും? ആരും പറയത്തില്ല. ഇവിടെ എന്തെല്ലാം പണി ചെയ്തിട്ട് വെടിവെപ്പ് നടന്നിട്ടൊന്നും നടക്കത്തില്ല. ഇത് സർക്കാർ സൈഡിൽ നിന്ന് ഇത് ചെയ്യുന്നത്, അല്ലാതെ ജനങ്ങളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. സർക്കാർ വിചാരിക്കണം. നമ്മൾ നേരത്തെ സംസാരിച്ചത് തോട്ടപ്പള്ളി പൊഴിമുഖത്താണെങ്കിൽ അവിടെ നിന്ന് തെക്കോട്ട് മാറി ഇപ്പോൾ തോട്ടപ്പള്ളി ഒറ്റപ്പന ഭാഗത്താണ് നമ്മളുള്ളത്. ഒറ്റപ്പന ഭാഗത്തെ തീരദേശം അത് ഖനനത്തെ തുടർന്ന് അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കാണുന്ന ഇടം എന്ന് പറയുന്നത് ഈ വീടുകളൊക്കെ തന്നെയും ഇത്രയും ഉയരത്തിലുണ്ടായിരുന്ന വീടുകളാണ്. ആ വീടുകളുടെ അടിഭാഗത്ത് നിന്ന് ഈ ജനങ്ങൾ പറയുന്ന പ്രധാന പരാതി ഞങ്ങളുടെ തീരത്തുള്ള മണ്ണാണ് അത്തരത്തിൽ ഖനനത്തിന്റെ ഭാഗമായി പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് നിന്ന് ഇവരുടെയൊക്കെ തീരത്തു നിന്ന് എടുത്തു വെക്കുന്ന മണ്ണാണ് ഈ പൊഴിമുഖത്തേക്ക് കയറി അടയുന്നത് എന്നുള്ളതാണ് ഈ കുടുംബങ്ങൾ പറയുന്ന പരാതി. അത് നമുക്കിവിടെ നിന്നാൽ മനസ്സിലാകും. കാരണം ഈ ഉയരത്തിലുണ്ടായിരുന്ന വീടുകൾ, ആ വീടുകളൊക്കെ തന്നെയും ഇപ്പോൾ ഈ താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ഏകദേശം കിലോമീറ്ററോളം ദൂരം മണ്ണ് കിടന്നേ. അതെല്ലാം പോയിട്ടാണ് ഈ വീടുകൾ ഇത്രയും വീണുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2 വർഷക്കാലം കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 100-200 വീടോളം ഇവിടുന്ന് നമ്മുടെ അമ്പലപ്പുഴ വരെയുള്ള പ്രദേശത്ത് പോയിട്ടുണ്ട്. ദൈനംദിനം സാഹചര്യം മോശമാകുന്നതല്ലാതെ നന്നാവുന്നില്ല എന്നുള്ളതാണ്. തൊട്ടടുത്തേക്ക് കടലെത്തിയിരിക്കുന്നു. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ ആയിരക്കണക്കിന് തീരദേശവാസികൾ ഉള്ളത് എന്നുള്ളതാണ്. ഇനി അവർ അതിശക്തമായ സമരത്തിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ്. എന്തായാലും ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ആരുടെയും പണം വാങ്ങാൻ അവർ തയ്യാറല്ല എന്നും ആണ് പറയുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇത്തരത്തിൽ ഈ മണ്ണ് നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പറയുന്നത്. എത്രമാത്രം വിജയിക്കുമെന്നറിയില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ സംവിധാനങ്ങൾ ഇപ്പോൾ 1 മാസം മാത്രമേ ആയുള്ളൂ മണ്ണ് എടുപ്പ് നിർത്തിയിട്ട്. മറിച്ച് ഇപ്പോഴും അതിവേഗത്തിൽ മണലൂറ്റുന്ന മീറ്ററുകൾ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ ദൂരത്തിൽ മണലൂറ്റാൻ കഴിയുന്ന ട്രഡ്ജറുകൾ, വിദേശ നിർമ്മിത ട്രഡ്ജറുകളൊക്കെ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. അത് എന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നുള്ള ഭയത്താലാണ് ഈ ജനങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഇത് വളരെ വ്യക്തമായ അഴിമതിയാണ്. കാരണം 2018 പ്രളയത്തിന് ശേഷം ആലപ്പുഴ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ഒരു ഉത്തരവിറക്കിയിരുന്നു. അതിൻ്റെ അകത്ത് 2,34,000 ക്യൂബിക് മീറ്റർ മണലെടുക്കാനാണ്. അത് തോട്ടപ്പള്ളി മാത്രമല്ല, ഒന്നാമത്തെ പേര് തണ്ണീർമുക്കവും രണ്ടാമത്തെ തോട്ടപ്പള്ളിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തണ്ണീർമുക്കത്ത് കുട്ടനാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടക്കോട്ടൊരു ചെറിയ ചരിവുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജലം ഒഴുകി പോകേണ്ടത് തണ്ണീർമുക്കം ബണ്ട് വഴി കടലിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ അവിടെ യാതൊരു പ്രവൃത്തിയും നടത്താതെ അവിടെ മണൽത്തിട്ടകളൊക്കെ രൂപപ്പെട്ടിട്ട് വേമ്പനാട്ട് കായലിൽ വെള്ളം ഒഴുകാത്തൊരവസ്ഥയുണ്ട്. തണ്ണീർമുക്കത്തേക്ക് വെള്ളം എത്തുന്നില്ല. അപ്പം മറിച്ച് അവിടെ ഒന്നും ചെയ്യാതെ ഇവിടെ ഈ തോട്ടപ്പള്ളിയിൽ ഇത്രയും വമ്പിച്ച തോതിലുള്ള ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദുരൂഹത ഇതുവരെ തണ്ണീർമുക്കം തൊട്ടിട്ടില്ല. ഈ തോട്ടപ്പള്ളി മാത്രമാണ് ഈ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കടൽ തീരത്തോട് ചേർന്ന് തന്നെ താമസിക്കുന്ന ഒരു വീടിനകത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ കിടക്കുന്ന അമ്മ കിടപ്പ് രോഗിയായി കിടക്കുകയാണ്. ഒറ്റയ്ക്കാണ് ഇവിടെ താമസമെന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞത്. ചില ബന്ധുക്കൾ ഇപ്പോൾ സഹായത്തിന് വന്നിട്ടുണ്ട്. ഇവരുടെ വീടിൻ്റെ പുറകുവശത്തെ സാഹചര്യം ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ മനസ്സിലാകും എത്രമാത്രം പേടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദം കത്തിപ്പടരുകയാണ്. പക്ഷേ അങ്ങനെ കത്തിപ്പടരുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലാണ് ഈ തീരദേശത്തെ ദുരിതം എന്നുള്ളതാണ്. എന്തായാലും 1 മാസം മാത്രമായത്, അതായത് ഈ വിവാദം കത്തിപ്പടർന്ന് അത് ഒരു പാരമ്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ 1 മാസം മുൻപ് മാത്രമാണ് തോട്ടപ്പള്ളിയിലെ ഖനനം സർക്കാർ നിർത്തിവെച്ചിരിക്കുന്നത്. അത് വീണ്ടും തുടരും എന്നുള്ളതാണ്. വളരെ പ്രസക്തമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകൾ പറഞ്ഞത്, അതായത് ആദ്യം ഖനനം ചെയ്യേണ്ടത് തോട്ടപ്പള്ളി അല്ല എന്നുള്ളതാണ്. തണ്ണീർമുക്കത്ത് ആദ്യം മണൽ നീക്കം നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിട്ട് ആ തണ്ണീർമുക്കം ഇതുവരെ തൊട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ്. തോട്ടപ്പള്ളി അന്ന് മുതൽ തുടങ്ങിയ ഖനനം ഈ 1 മാസം മുമ്പ് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പോകാനൊന്നുമില്ല. ഈ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു നീങ്ങിയ അവസ്ഥയിലാണ്. അത്ര ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് ഈ ഉള്ള തലമുറയും നമുക്ക് മുന്നിൽ കാണുന്ന ഈ വരും തലമുറയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.